ഗിയർ ഇടുക. ആ ഗിയർ ഇട്ടതിന് ശേഷം വീണ്ടും സ്റ്റിയറിംഗിൽ പിടിക്കുക, ഒന്ന് കറക്കുക, വീണ്ടും അതേപോലെ തന്നെ അടുത്ത ഗിയർ കൊടുക്കുക, വീണ്ടും കൈ സ്റ്റിയറിംഗിലേക്ക് വരിക. എന്നൊരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഗിയർ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് അടുത്ത ഗിയർ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയല്ല. കണ്ട, ഈ ഒരു കൈ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയല്ല. കാരണം നമ്മൾ വാഹനം ഒരു ഗിയറിൽ ഓടിച്ചതിന് ശേഷം നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുന്നുണ്ട്, വണ്ടി മുന്നോട്ട് മൂവ് ആകുന്നുണ്ട്. അതിനുശേഷം തിരിച്ച് നമുക്ക് കൈ കൊണ്ടുവന്ന് വെച്ച് ഗിയർ ഇടുമ്പോഴാണ് നമുക്ക് കൂടുതൽ തെറ്റുന്നത്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അതായത് ഒരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിംഗിന്റെ ബാലൻസ് നിലനിർത്തി കൃത്യമായിട്ട് എങ്ങനെ ഗിയർ ഇടാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഒരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ നമുക്ക് സ്റ്റിയറിംഗ് തിരിക്കാനുണ്ട്, അതുപോലെ തന്നെ ക്ലച്ചിന്റെ കൺട്രോള്, അതുപോലെ തന്നെ ആക്സിലറേറ്റർ ബാലൻസ്, ബ്രേക്ക് ബാലൻസ്. കൃത്യമായിട്ട് ഒരു വണ്ടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, ഒരു വാഹനം റോഡിലൂടെ ഓടിക്കുമ്പോൾ ഇതുപോലെ നമുക്ക് ഒരു വാഹനം സൈഡ് കൊടുക്കുന്ന സമയങ്ങളിലായാലും കൃത്യമായിട്ട് ജഡ്ജ് ചെയ്തൊരു വാഹനം ഓടിക്കാൻ കഴിയത്തുള്ളൂ. കാരണം നമ്മളൊരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പല ഗിയറുകളിലായിരിക്കും. അപ്പൊ ഇതുപോലുള്ള സ്പേസ് കുറഞ്ഞ സ്ഥലങ്ങളിൽ ഒരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്ന സ്പേസ് കുറഞ്ഞനുസരിച്ച് വരുന്നത് എന്ത് ചെയ്യും, വണ്ടി സ്ലോ ആവും. ഇപ്പൊ ഈ സ്ലോ ആകുന്നതിനനുസരിച്ച് നമുക്ക് ഗിയർ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനുണ്ട്. ആ സമയങ്ങളിൽ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, നമുക്ക് സ്റ്റിയറിംഗിന്റെ ബാലൻസ് തെറ്റാനോ അതുപോലെ തന്നെ ക്ലച്ചിന്റെ കൺട്രോൾ തെറ്റാനോ പാടില്ല. കാരണം ക്ലച്ചിന്റെ കൺട്രോൾ ഒന്ന് സ്പീഡ് കൂടിയാൽ തന്നെ എന്ത് സംഭവിക്കും, വാഹനം സ്പീഡിലായിരിക്കും. അപ്പൊ പെട്ടെന്ന് നമുക്ക് അത് ജഡ്ജ് ചെയ്തൊരു വാഹനം പെട്ടെന്ന് നമുക്ക് സ്റ്റിയറിംഗിന് തിരിക്കാനോ കൃത്യമായിട്ട് കൺട്രോൾ കിട്ടാനോ പാടുവരും. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്ത് തന്നെ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഫേസ്ബുക്ക് അതുവഴിയാണ് നിങ്ങൾ കാണുന്നത്, ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കരുത്. ഇങ്ങനെ കാണുന്ന വീഡിയോസ് കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട്. നിങ്ങൾ തനിയെ വാഹനം ഓടിക്കാൻ പേടിയുള്ളവരാണെങ്കിൽ കേരളത്തിന്റെ ഉടനീളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം കേരളത്തിന്റെ ഇടയിലുള്ള ഏത് ജില്ലയിലും വന്ന് നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. ഒരു വൺ ഡേ ട്രെയിനിങ് ആണ്. ഈ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും നമ്മളെ മടിപ്പിക്കും, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് എടുത്തതിന് ശേഷം 1-2 പ്രാക്ടീസിന് പോയതല്ല, പ്രായം കൊണ്ടാണ് നിർത്തിക്കുമെന്നും പറഞ്ഞു. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം, 75-80 വയസ്സുള്ള അപ്പച്ചന്മാരും ഓടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ലൈസൻസും കൈവച്ച് വാഹനം വീട്ടിലുണ്ടായിട്ട് പഠിച്ചതാണ് എന്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, എന്റെ ജില്ല ഏതാണ്ട് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നു. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതായത് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റിയറിംഗിന്റെ ബാലൻസ് തെറ്റാതെ എങ്ങനെയാണ് കൃത്യമായിട്ട് ഗിയർ ഇടുക എന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു കാരണവശാലും ഇതുപോലുള്ള ചെറിയ റോഡുകളിലൊന്നും പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കരുത്. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, വാഹനം വീട്ടിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾ എങ്ങനെയാ പ്രാക്ടീസ് ചെയ്യണം ഞാൻ അത് ആദ്യമേ കാണിച്ചു തരാം. നിങ്ങളുടെ വാഹനം നിങ്ങൾ വീട്ടിൽ ഇട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യമേ കയറി എന്ത് ചെയ്യണം, നിങ്ങളെ ഗിയറിലൊന്നും ശ്രദ്ധിക്കുക. അത് ഗിയർ എന്ത് ചെയ്യുക, ഒന്ന് ഇടാൻ പഠിക്കുക. കൃത്യമായിട്ട് എവിടെയാണ് ഫസ്റ്റ്, എവിടെയാണ് സെക്കൻഡ്, എവിടെയാണ് തേർഡ്, ഈ ഒരു ബാലൻസിനനുസരിച്ച് നിങ്ങൾ ആദ്യമേ നിങ്ങൾ നോക്കി ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം നോക്കാതെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. കൃത്യമായിട്ട് ഗിയർ കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടോ, ഫസ്റ്റിൽ നിന്ന് കൃത്യമായിട്ട് സെക്കൻഡ് വീഴുന്നുണ്ടോ, അതുപോലെ തന്നെ സെക്കൻഡിൽ നിന്ന് കൃത്യമായിട്ട് തേർഡ് ഇടാൻ കഴിയുന്നുണ്ടോ, അതുപോലെ തന്നെ തേർഡിൽ നിന്നും സെക്കൻഡ് ആക്കാൻ കഴിയുന്നുണ്ടോ. പ്രത്യേകിച്ച് ഇത് പറയാനുള്ള കാരണം, ഈ ഒരു വീഡിയോ കാണുന്ന 90% ആൾക്കാർക്കും പ്രശ്നം എന്ന് വെച്ചാൽ ഒരു തേർഡ് ഗിയർ ഇട്ടതിന് സെക്കൻഡ് ആക്കാനും പ്രയാസമാണ്, സെക്കൻഡ് ഗിയറിൽ നിന്ന് തേർഡ് ഇടാനും പ്രയാസമാണ്. അപ്പൊ നിങ്ങളെ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നിങ്ങൾ ഗിയറിലേക്ക് നോക്കി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യരുത്. നിങ്ങളുടെ വീട്ടിൽ കിടക്കുന്ന സമയത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു രീതിയിൽ ഇങ്ങനെ അങ്ങ് നോക്കിയിടും. ഇത് കേട്ടില്ലേ, നമുക്ക് എളുപ്പമാണ് ആ സമയത്ത്. ഇപ്പൊ നമുക്ക് വണ്ടി ഓടിക്കുന്നില്ല, സ്റ്റിയറിംഗ് തിരിക്കണ്ട, വണ്ടിയുടെ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യണ്ട, നമുക്ക് തെറ്റില്ല. അതേ സമയത്ത് നമ്മളത് പ്രാക്ടീസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ആദ്യമേ ഗിയറിലേക്ക് നോക്കാതെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ കൃത്യമായിട്ട് കിട്ടുമെന്ന് നോക്കുക. അതിനുശേഷം നിങ്ങൾ വീണ്ടും സ്റ്റിയറിംഗിൽ പിടിച്ചുകൊണ്ട് ഒരു ഗിയർ ഇടുക. ആ ഗിയർ ഇട്ടതിന് ശേഷം വീണ്ടും സ്റ്റിയറിംഗിൽ പിടിക്കുക, ഒന്ന് കറക്കുക, വീണ്ടും അതേപോലെ തന്നെ അടുത്ത ഗിയർ കൊടുക്കുക, വീണ്ടും കൈ സ്റ്റിയറിംഗിലേക്ക് വരിക. എന്തിനാ ആദ്യം അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ രണ്ടാമത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഗിയർ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് അടുത്ത ഗിയർ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയല്ല. കണ്ട, ഈ ഒരു കൈ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയല്ല. കാരണം നമ്മളൊരു വാഹനം ഒരു ഗിയറിൽ ഓടിച്ചതിന് ശേഷം നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുന്നുണ്ട്, വണ്ടി മുന്നോട്ട് മൂവ് ആകുന്നുണ്ട്. അതിനുശേഷം തിരിച്ച് നമുക്ക് കൈ കൊണ്ടുവന്ന് വെച്ച് ഗിയർ ഇടുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് തെറ്റുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയുന്നത്. എങ്ങനെയാ, ഗിയർ ഇട്ടതിന് ശേഷം സ്റ്റിയറിംഗ് പിടിക്കുക, വീണ്ടും സ്റ്റിയറിംഗ് പിന്നെ അടുത്ത ഗിയർ കൊടുക്കുക, വീണ്ടും സ്റ്റിയറിംഗ് ഒന്ന് കറക്കുക, വീണ്ടും അടുത്ത ഗിയർ ഇടുക. അതുപോലെ തന്നെ ഡൗൺ ചെയ്യാനും പഠിക്കുക. കാരണം പലർക്കും തെറ്റുന്നത് ഡൗൺ ചെയ്യുമ്പോഴാണ്. അപ്പൊ ഡൗൺ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം,
ഇപ്പൊ തേർഡ് ഗിയർ കിടക്കുകയാണെങ്കിൽ നിങ്ങൾ സ്റ്റിയറിംഗിൽ നിന്ന് ഇറക്കിയതിനു ശേഷം വീണ്ടും സെക്കൻഡ് ആണ് നമുക്ക് ഡൗൺ ചെയ്യേണ്ടത്. നേരെ എന്ത് ചെയ്യുക, സ്ട്രെയിനിൽ നമ്മൾ ന്യൂട്രലിലേക്ക് കൊണ്ടുപോവുക, വീണ്ടും സൈഡ് ചേർത്ത് ഇടുക. അപ്പൊ ഗിയർ എങ്ങനെ ഇടണ്ടെന്ന് ഞാൻ അത് കറക്റ്റായിട്ട് ഇതൊന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഫസ്റ്റ് ഇടുമ്പോൾ ആ സൈഡ് ചേർത്ത് ഇടുക, സൈഡ് ചേർത്ത് തന്നെ സെക്കൻഡ് ഇടുക. അതിനുശേഷം നമ്മൾ തേർഡ് ഇടുന്ന സമയത്ത് നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് എടുത്ത് തട്ടിക്കഴിഞ്ഞാൽ നേരെ അവർ സെന്ററിൽ വരും, സെന്ററിൽ നിന്ന് സ്ട്രൈറ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ തേർഡ് വരും. തേർഡിൽ നിന്ന് നമുക്ക് നേരെ സ്ട്രൈറ്റ് എടുത്ത് വിട്ട് കഴിഞ്ഞാൽ ന്യൂട്രൽ, സ്ട്രൈറ്റ് താഴേക്ക് വന്നാൽ വീണ്ടും വന്നാൽ ഫോർത്ത് ഗിയർ. അപ്പൊ നമുക്ക് ഡൗൺ ചെയ്യുമ്പോൾ നേരെ സ്ട്രൈറ്റ് എടുത്ത് വിട്ടാൽ ന്യൂട്രൽ, സ്ട്രൈറ്റ് തന്നെയാണ് തേർഡ്, സ്ട്രൈറ്റ് നിന്ന് എടുത്താൽ ന്യൂട്രൽ, സൈഡ് ചേർത്ത് സൈഡിലേക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സെക്കൻഡ്. അപ്പൊ ഈ ഒരു രീതിയിൽ ഇങ്ങനെ നിങ്ങൾ ആദ്യം ഒന്ന് പ്രാക്ടീസ് ചെയ്ത ശേഷം നിങ്ങൾ സ്റ്റിയറിംഗിൽ കറക്കൊണ്ട് വീണ്ടും എന്ത് ചെയ്യുക, ഫസ്റ്റ് ഇടുക, സെക്കൻഡ് ഇടുക, തേർഡ് ഇടുക, ഫോർത്ത് ഇടുക, അതുപോലെ തന്നെ ഡൗൺ ചെയ്യുക. ഇങ്ങനെ സ്റ്റിയറിംഗ് കറക്കിക്കൊണ്ട് ഓരോ ഗിയർ എന്ത് ചെയ്യുക, ഇങ്ങനെ നിങ്ങൾ നിട്ട് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് സ്റ്റിയറിംഗ് നമ്മുടെ സൈഡിൽ തന്നെ ചേർത്തിട്ടാണ് നമ്മൾ ഗിയർ ഇടുന്നത്. ആ 2 സെക്കൻഡ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ഗിയറിലേക്ക് കൈ ചെല്ലി ഗിയർ ഇടാനും പറ്റും. അതിനുശേഷം നിങ്ങൾ പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ക്ലച്ച് ചവിട്ടാനും എടുക്കാനും കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു ബാലൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിയറിംഗിൽ ഒരു കൈയുടെ ഒരു വഴക്കം നമുക്ക് കൃത്യമായിട്ട്, കാരണം നമ്മൾ എന്തായാലും ഈ ഒരു കറക്കം വരുന്നില്ല നമ്മൾക്ക് റോഡിലൂടെ ഒരു വാഹനം നമുക്ക് ഗിയർ മാറുന്ന സമയത്ത്. നിങ്ങളുടെ കൈ ഈ സമയത്ത് ഇങ്ങനെ വെട്ടാനുള്ള കാരണം, അതുപോലെ തന്നെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഈ വണ്ടി ഒരു സൈഡിലേക്ക് പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു സൈഡിലോട്ട് എന്ത് ചെയ്യും, ഗിയറിലേക്ക് ശ്രദ്ധ വരും, നമ്മുടെ കൈ അറിയാതെ അതിങ്ങനെ വരും. അപ്പൊ വാഹനം മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ആ ഗിയർ ഇടാൻ വേണ്ടി താമസം വരുമ്പോൾ വണ്ടിയുടെ ഫ്രണ്ട് എങ്ങോട്ട് പോകും, ഒന്നും ഇങ്ങോട്ട് പോകും, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോൾ എന്ത് ചെയ്യും, വണ്ടി ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന വണ്ടി കൃത്യമായിട്ട് നിങ്ങൾ ആക്കിയതിനു ശേഷം ആയിരിക്കും നിങ്ങൾ ഗിയറിലേക്ക് നോക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്, വണ്ടി ഒരടി മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഒന്നീ ലെഫ്റ്റോട്ടോ റൈറ്റോട്ടോ പോകാനുള്ള കാരണം. അപ്പം ഈ ഒരടി വണ്ടി മാറുന്ന സമയം കൊണ്ട് എന്ത് ചെയ്യുന്നില്ല, നിങ്ങൾ ആ ഗിയർ നിങ്ങൾ കൃത്യമായിട്ട് ഇടാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത്. ഇപ്പൊ ഇതിന് രണ്ടിനും ഒരു ബാലൻസ് വന്നതിന് ശേഷം എന്ത് ചെയ്യാവും, നിങ്ങളൊരു വാഹനം പ്ലെയിനായ സ്ഥലത്ത്, വീതി കൂടിയ ഒരു റോഡിൽ, വലിയ വളവുകളില്ലാത്ത റോഡിൽ നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യാവും, ഇതുപോലുള്ള റോഡുകളിൽ ഇറക്കാവും. അപ്പൊ നമ്മളിങ്ങനെ അതിന്റെ ബാലൻസ് ആയി കഴിയുമ്പോൾ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് എത്രത്തോളം ഒരു വാഹനം വരുന്ന സമയത്ത് ആരും എന്ത് ചെയ്യാം, നമ്മുടെ കയ്യിൽ നിന്ന് തെറ്റാൻ നമുക്ക് ഇതുപോലെ ഗിയർ ഇടാം. കണ്ടില്ലേ? അപ്പൊ ഇനി എങ്ങനെയാണ് കൃത്യമായിട്ട് ഈ ഒരു റോഡിൽ ഗിയർ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം വെച്ചാൽ നമ്മുടെ ഭാഗത്ത് തന്നെയാണ് വാഹനം എന്ന് ഉറപ്പ് വരുത്തുക. നിങ്ങളല്ലാതെ പെട്ടെന്ന് ഗിയർ മാറാൻ വേണ്ടി വാഹനം എവിടെ കിടക്കുന്നതെന്ന് നോക്കിയിട്ട് പെട്ടെന്ന് ഗിയർ മാറരുത്. എന്റെ സൈഡ് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുക, ക്ലച്ച് ചവിട്ടി കൊടുക്കുക, സ്റ്റിയറിംഗിൽ ബലം കൊടുക്കാതെ എന്ത് ചെയ്യുക, ഇതുപോലെ ഗിയർ ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ? ഇപ്പൊ തേർഡ് ഗിയറിൽ പോന്നു, എനിക്കൊന്ന് ഡൗൺ ചെയ്യണം, ഞാൻ എന്ത് ചെയ്യുന്നു, ബ്രേക്കിലേക്ക് സ്ലോ ചെയ്തു. ആ സമയത്തൊക്കെ എന്ത് ചെയ്യുന്നില്ല, എന്റെ വാഹനം റൈറ്റോട്ടോ ലെഫ്റ്റോട്ടോ വരാതെ എന്റെ കൈ തന്നെയാണ് ഉറപ്പാണ്. ഞാൻ ഇപ്പൊ സ്റ്റിയറിംഗിൽ ബലം കൊടുക്കുന്നില്ല, ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ആക്കി. കണ്ടോ? ഇതേപോലെ നമുക്ക് സ്റ്റിയറിംഗിന്റെ ബാലൻസ്, അപ്പൊ ലെഫ്റ്റ് സൈഡിൽ വണ്ടി കിടന്നാലും റൈറ്റ് സൈഡിൽ വണ്ടി കിടന്നാലും നമുക്ക് ആ ഒരു മുൻപിലുള്ള ജഡ്ജ്മെന്റ് മനസ്സിലാക്കി എന്ത് ചെയ്യാം, ഓരോ ഗിയർ ഇടാം. എനിക്ക് മുൻപിൽ ഒരു ഹമ്പുണ്ട്, ഞാൻ എന്ത് ചെയ്തു, ബ്രേക്കിൽ ഒന്ന് സ്ലോ ചെയ്ത് ക്ലച്ചൂടെ ചവിട്ടി ബ്രേക്കിൽ നിന്ന് കാലം മാറ്റി ക്ലച്ചിൽ നിന്ന് ഫ്രണ്ടിലത്തെ വീൽ ഇറങ്ങിയപ്പോഴത്തേന് ക്ലച്ചിൽ നിന്ന് പതുക്കെ എടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ബാക്കിലെ വീൽ ഇറങ്ങി വരുന്നില്ല. അപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ സെക്കൻഡ് ഗിയറിലാണ്. അപ്പൊ ഈ വാഹനം നമ്മൾ ഒരു നിന്നോണ്ടല്ല ഹമ്പ് നമ്മൾ ചാടുന്നത്, റണ്ണിങ്ങിലാണ്. അപ്പൊ ഒരു വാഹനം നിന്നാൽ മാത്രം എന്ത് ചെയ്താൽ മതി, നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്താൽ മതി. വണ്ടി ചെറുതായിട്ട് റണ്ണിങ് ഉണ്ട്, ചെറിയൊരു ജീവൻ ഉണ്ടെങ്കിൽ നമ്മൾ ഏത് ഗിയറിൽ വന്നാലും ഒരു ഹമ്പ് വരുന്ന സമയത്തോ കട്ടർ വരുന്ന സമയത്തോ നമ്മൾ എന്ത് ചെയ്യണം, സെക്കൻഡ് ഗിയർ ആക്കി കഴിഞ്ഞാൽ വണ്ടി വലിയ സ്പീഡില്ല, ജെർക്ക് കൂടാതെ തന്നെ വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും കട്ടറിൽ കുഴികളിൽ ചാടാതെ തന്നെ വാഹനത്തിനുള്ളിൽ ഇരിക്കുന്ന അറിയാതെ തന്നെ സ്മൂത്തായിട്ട് എന്ത് ചെയ്യാം, ഇതുപോലെ നമുക്ക് വാഹനം ഡ്രൈവ് ചെയ്യാൻ കഴിയും. അല്ലേ? ഇപ്പൊ കൃത്യമായിട്ട് നമുക്കപ്പം ഗിയർ മാറുന്ന സമയത്തെല്ലാം നമുക്ക് ഒരു കൈയാണ് സ്റ്റിയറിംഗിലുള്ളത്. അപ്പം അങ്ങ് സ്റ്റിയറിംഗിന്റെ ബാലൻസ് തെറ്റാതെ ഗിയർ ഇടാനാന്നേലും, ഗിയർ ഇടുന്ന സമയത്ത് സ്റ്റിയറിംഗിന്റെ ബാലൻസ് തെറ്റാതെ ഇടണമെന്നുണ്ടെങ്കിലും ഇതുപോലെ ഒരു പ്രാക്ടീസ് കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഇതുപോലുള്ള ചെറിയ റോഡുകളിലൂടെ നമ്മൾ വാഹനം ഓടിക്കാനും സ്റ്റിയറിംഗിന്റെ ബാലൻസ് തരാതെ ഗിയർ ഇടാനും, ഗിയറിന്റെ ബാലൻസ് ഇടുന്ന സമയത്ത് സ്റ്റിയറിംഗിന്റെ ബാലൻസിന്റെ ഗിയർ ഇടാനും, ഗിയർ ഇടുമ്പോൾ സ്റ്റിയറിംഗിന്റെ ബാലൻസ് തെറ്റാതിരിക്കാനും നമുക്ക് കഴിയുള്ളൂ. കാര്യങ്ങളൊക്കെ പറഞ്ഞതും കാണിച്ചതെന്നും ഒക്കെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇന്നപോലെ ഒരു വീഡിയോ ചെയ്യാമോ എന്ന് കമന്റ് ബോക്സ് വന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ്, നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും എന്റെ ഈ ഒരു ചാനലിൽ വന്ന് ചോദിക്കാമെന്നാണ്. ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. എന്തോരം യൂസ്ഫുൾ ആയി എന്നുള്ളതും അത് കമന്റ് ആയിട്ട് തന്നെ രേഖപ്പെടുത്തുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.